വയനാട്ടിലെ ജനങ്ങളുടെ താൽപര്യം തനിക്ക് മേൽ കുറഞ്ഞു എന്ന തോന്നലാണ് വയനാട് ഗണപതി വട്ടത്ത് ഇന്ന് രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയതെന്ന് ബിജെപി നേതാവ് സന്ദീപ് വാര്യർ. 5 വർഷങ്ങൾക്ക് മുമ്പ് 1000-ലധികം പേർ പങ്കെടുത്ത റോഡ് ഷോയിൽ ഇന്ന് 300-ൽ താഴെ മാത്രമാണ് ആളുകൾ പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ന് പ്രചരണത്തിനെത്തിയിരിക്കുകയാണ്. ഇന്ന് ഗണപതി വട്ടത്ത് നടന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അത് സൂചിപ്പിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിലുള്ള താല്പര്യം കുറഞ്ഞു എന്നുള്ളതാണ്. വളരെ ശോചനീയമായ രീതിയിൽ 300-ൽ താഴെ കോൺഗ്രസുകാർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കാർ മാത്രമാണ് ആ റോഡ് ഷോയുടെ ഭാഗമായി മാറിയത് എന്ന് അത് കണ്ട എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ സഹായത്തോടു കൂടി 100 കേരള പോലീസുകാരും കുറച്ച് മാധ്യമ പ്രവർത്തകരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിലേറെ ശുഷ്കമായിട്ടുള്ള ഒരു റോഡ് ഷോ ഗണപതി വട്ടത്ത് നടത്തേണ്ട ഗതികേട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമായിരുന്നു. ഇന്നത്തെ റോഡ് ഷോ സൂചിപ്പിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാപട്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയിരുന്നത് ആയിരക്കണക്കിന് വരുന്ന വയനാട്ടുകാർ സാധാരണക്കാരായ മനുഷ്യരായിരുന്നെങ്കിൽ ഇന്ന് ഗണപതി വട്ടം പോലെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണിൽ രാഹുൽ ഗാന്ധിയെ കാണാനോ അദ്ദേഹത്തെ ശ്രവിക്കാനോ ആ നാട്ടുകാർ ഒട്ടും തന്നെ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വാട്ടർലൂ ആയിരിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. രാഹുൽ ഗാന്ധി 5 വർഷം മുമ്പ് അമേഠിയിൽ എന്താണോ ചെയ്തത്, 16ാം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് അമേഠിയുടെ MP എന്നുള്ള നിലയ്ക്ക് കേവലം 52% ഹാജർ നില എങ്കിൽ 17ാം ലോക്സഭയിൽ വയനാടിന്റെ MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഹാജർ നില കേവലം 51%. വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി MP എന്നുള്ള നിലയിൽ സമ്പൂർണമായി അവരെ വഞ്ചിച്ചിരിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വയനാടിന്റെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിൽ ഒന്നിലും പോലും കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഒരു പ്രതിവിധിയും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 5 വർഷത്തിനപ്പുറം ഒരു MP എന്നുള്ള നിലയ്ക്ക് കേവലം 9 തവണയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത്. ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വീണ്ടും വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ഗണപതി വട്ടത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ ജനങ്ങളെ കളിയാക്കുന്നതാണ്, വയനാട്ടിലെ ജനങ്ങളെ കളിയാക്കുന്നതാണ്. വന്യമൃഗ ആക്രമണങ്ങളുടെ വിഷയത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു? പാർലമെന്റിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയോ? പാർലമെന്റിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ഉന്നയിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു സമ്മർദ്ദം അവിടെ ചെലുത്തുകയുണ്ടായോ? അദ്ദേഹം കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ MP എന്ന നിലയിൽ? അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ MP എന്ന നിലയിൽ? അദ്ദേഹം വേണ്ട, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മുന്നണിക്കാരനായിട്ടുള്ള, മുന്നണിയിലെ നേതാവായിട്ടുള്ള, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പിണറായി വിജയനെ കാണാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? അപ്പൊ വയനാട്ടുകാർക്ക് വേണ്ടി, വയനാട്ടുകാരുടെ ഏറ്റവും സങ്കീർണമായ വന്യമൃഗങ്ങളുടെ ആക്രമണം എന്ന ആ പ്രതിസന്ധിയിൽ വയനാട്ടുകാരോടൊപ്പം നിൽക്കാൻ പോലും രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല. ഇവിടെ മരിച്ച ആളുകളുടെ വീടുകളിലേക്ക് വന്ന് ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കടന്നു പോകുന്നതിലപ്പുറം ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശവും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇവിടെയാണ് ഇന്നലെ BJP പുറത്തുവിട്ടിട്ടുള്ള സങ്കല്പ പത്ര, BJPയുടെ പ്രകടന പത്രിക അതിന് പ്രാധാന്യമേകുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സമ്മർദ്ദ ഫലമായി, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി BJPയുടെ ദേശീയ പ്രകടന പത്രികയിൽ 69ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു, മാൻ അനിമൽ കോൺഫ്ലിക്ട് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് കൃത്യമായ പദ്ധതി നടപ്പാക്കും, അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് നരേന്ദ്രമോദി ഗ്യാരണ്ടി നൽകിയിരിക്കുകയാണ്. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസകരമായിട്ടൊരു പ്രഖ്യാപനമാണ് എന്ന് പറയാതെ വയ്യ. കേരളത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ ജില്ലകളിലും വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്. പക്ഷെ വയനാട് ജില്ലയിൽ 57 പേരാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ മലപ്പുറം ജില്ലയുടെ വനമേഖലയിലുള്ള മണ്ഡലങ്ങളിൽ
എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെട്ടതിന് നശിച്ചതിന് കയ്യും കണക്കുമില്ല. അപ്പൊ അതുപോലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങളിൽ പോലും കൃത്യമായ ഒരു ഇടപെടൽ നടത്താനോ കാര്യക്ഷമമായിട്ടുള്ള ഒരു നേട്ടമുണ്ടാക്കാനോ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനോ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്ന് ഗണപതി വട്ടത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളെ അവഹേളിക്കുന്നത് പോലെയാണ്. അദ്ദേഹം പറയുന്നത് മെഡിക്കൽ കോളേജിന്റെ വിഷയം അത്ര വലിയ പ്രശ്നമല്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയനാട് ജില്ലയിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചികിത്സാ സൗകര്യങ്ങളിലെ അപര്യാപ്തതയാണ്. അവിടെ ഹൃദ്രോഗം ബാധിച്ച ഒരാളെ താഴെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരുന്നത് വരെ നെഞ്ചുവേദന അനുഭവിക്കുന്നത് കേവലം ആ രോഗിക്ക് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് മുഴുവനുമാണ്. വഴിയിൽ താമരശ്ശേരി ചുരത്തിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ആൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്, നെഞ്ചൊരുകിയിട്ടാണ് കുടുംബക്കാർ, പ്രിയപ്പെട്ടവർ ഈ രോഗിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊരു വലിയ പ്രശ്നമല്ല, 2 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്നാണ്. 2 മിനിറ്റ് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ 2 മിനിറ്റ് കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ അദ്ദേഹത്തിന് സാധിച്ചില്ല? 5 വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കെ 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വയനാട്ടുകാരുടെ സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാൻ പോലും കഴിയാത്ത MP ആണ് താനെന്ന് സ്വയം ഒരു പരാജിതന്റെ വേഷത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഗണപതി വട്ടത്ത് പ്രസംഗിച്ചിട്ടുള്ളത്.